ഹായ്, ക്രിയേറ്റീവ് വൈബ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫുൾ ഹോം ഗാർഡൻ ടൂറാണ്. എൻ്റെ ഗാർഡനൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഇത് പഴയൊരു ട്രഡീഷണൽ ഹൗസാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പൂമുഖത്തിൻ്റെ ഫ്രണ്ടിലാണ്. പൂമുഖത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് ചെടിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറി വരുമ്പം തന്നെ വെച്ചിരിക്കുന്നത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലും ഓൾട്ടർനേറ്റീവായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പൂമുഖത്തിൻ്റെ ഫ്രണ്ട് ഫുള്ള് ചെടിയാണ്. ഇത് പൂത്ത് കഴിയുമ്പോൾ ഭയങ്കര അടാറ് സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഈ യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ എന്ന് പറയുന്നത്. ഭയങ്കര നല്ല സ്മെല്ലാണ്. അപ്പം പൂമുഖത്തിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഞാൻ ചെടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ആപ്പിൾ ക്രോട്ടൺ എന്ന് പറയും, അത് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്രാസാണ്, പക്ഷേ ഇതിനൊരു പൂ ഉണ്ടാവും കേട്ടോ. നല്ല നീണ്ട് വെള്ള കളറിലൊരു പൂ, ഇങ്ങനെ തണ്ട് നീണ്ട് വന്നിട്ട് വെള്ള കളറിലൊരു പൂ ഉണ്ടാവും. പിന്നെ വെച്ചിരിക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ്, അപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ മരമുല്ല, ഡ്വാർഫ് മുരായ പ്ലാന്റ് ആണ്, മരമുല്ല. അതിന് നല്ല കുഞ്ഞു പൂക്കളും ഭയങ്കര നല്ല സ്മെല്ലുമാണ്, നല്ല ഭംഗിയാണ് കട്ട് ചെയ്ത് ബുഷ് ചെയ്തൊക്കെ നിർത്താൻ. പിന്നെ ഇതൊരു ഇലച്ചെടിയാണ്. ഇതിൻ്റെ പേര് പക്ഷേ എനിക്കറിയില്ല. നഴ്സറി പോയി കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി വാങ്ങിയതാണ്. ഞാൻ കട്ട് ചെയ്ത് ബുഷ് ചെയ്താക്കി നിർത്തും. നല്ല രസമാണ് എൻ്റെ ഇല കാണാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് ടെക്കോമയാണ്, മഞ്ഞ കളറിലെ ടെക്കോമയാണ്. യെല്ലോ ആൻഡ് റെഡ് വേരിയേഷൻ വരുന്ന ടെക്കോമയാണ്. ഇത് അത്യാവശ്യം നല്ല പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൊഴിഞ്ഞു പോയിട്ട് നിൽക്കുകയാണ്. അപ്പം നിറച്ച് ബുഷിയായിട്ട് നല്ല പൂവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ്, അതൊരു ഡാൻസിങ് ചാർലി അല്ലെങ്കിൽ ക്രീപ്പിംഗ് ചാർലി എന്നൊക്കെ പറയും. അത് ഫുള്ള് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹാങ്ങിങ് ബോർഡിൽ നിറച്ച് അതിൻ്റെ ചെറിയൊരു തണ്ട് വെച്ചാൽ പോലും അത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നൊരു ടൈപ്പ് ചെടിയാണ്. പിന്നെ വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു തൂണിൽ ഫിലോഡെൻഡ്രൻ കയറ്റി വിട്ടിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ തൈയൊക്കെ പൊട്ടി വരുന്നുണ്ട്, ഒരു തൈ. ഇത് തൈ ഇപ്പോൾ രണ്ടും കൂടെ കയറി വരുമ്പോൾ നല്ല ബുഷിയായിട്ട് നിൽക്കും. ഈ ചരടൊന്നും കാണാതെ നല്ല ബുഷിയായിട്ട് നിൽക്കും. ഈ ചരട് കെട്ടി കൊടുത്തത് ഇതിന് പെട്ടെന്ന് കയറി പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു റോസ് ഉണ്ട്, റെഡ് റോസ്. വൈറ്റ് പോട്ടിൽ നിൽക്കുമ്പോൾ ഈ റെഡ് റോസിന് നല്ലൊരു ഭംഗിയില്ലേ, നല്ല ഭംഗിയല്ലേ ഈ വൈറ്റ് റോസിൽ കാണാനായിട്ട്. നിറച്ച് പൂവുണ്ടായിരുന്നു, ഇപ്പോൾ കൊഴിഞ്ഞു പോയി. പിന്നെ അടുത്തതായിട്ട് ഒരു വൈറ്റ് മാൻഡിവില്ലയാണ്. ഇത് വൈറ്റ് മാൻഡിവില്ല ക്ലൈമ്പിംഗ് ചെടിയാണ്, പക്ഷെ ഞാനത് വള്ളി വരുമ്പോഴത്തേന് കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തുകയാണ് പതിവ്. പിന്നെ അടുത്തതായിട്ട് ലോറ പെറ്റലമാണ്. ലോറ പെറ്റലം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പിങ്ക് പൂവൊക്കെ ഉണ്ടാകുന്നു. വൈറ്റ് പൂവിൽ വന്നപ്പോൾ അത് നല്ല രസമല്ലേ. ഇത് കുറേ കൂടെ വലുതായിട്ട് ബുഷാക്കി നിർത്താനായിട്ടാണ് ഇപ്പം ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ആ സൈഡിലോട്ട് പോകുമ്പം അവിടെ വേറൊരു കളറ് ടെക്കോമയുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടെക്കോമ എന്ന് പറയുന്നത് ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ചിഷ് കളറ്, ഓറഞ്ചിഷ് യെല്ലോ അങ്ങനെയുള്ളൊരു കളറാണ് ഈ ടെക്കോമയ്ക്ക്. പിന്നെ അവിടെ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഈ തൂണിൽ ഞാൻ ഫിലോഡെൻഡ്രൻ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുറ്റിമുല്ലയുണ്ട്. പിന്നെ അഗ്ലോണിമ, റെഡ് ലിപ്സ്റ്റിക്ക്. ഇതെല്ലായിടത്തും കോമൺ ആണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ റെഡ് ലിപ്സ്റ്റിക്ക്. ഇഷ്ടം നമുക്ക് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, ഇഷ്ടം പോലെ എത്തുപൊട്ടും. അപ്പോൾ പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നുമില്ല അഗ്ലോണിമയ്ക്ക്. ഇഷ്ടം പോലെ എത്തുപൊട്ടുന്ന ഒരു അഗ്ലോണിമയാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നത്. പൂമുഖം ഇതാണ്. പിന്നെ കുറച്ച് താഴെ കുറച്ച് ചെടി, അതായത് സ്നേക്ക് പ്ലാന്റ്സ്, മിനിയേച്ചർ, അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം, കയറി വരുന്ന പൂമുഖത്തിൻ്റെ ഫ്രണ്ട് വശം. അപ്പം എല്ലാവരും കണ്ടല്ലോ വീടിന്. പിന്നെ അടുത്തതായിട്ട് പൂമുഖത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴിയാണിത്. ഒരു സൈഡ് ചെമ്പരത്തി, ഒരു സൈഡ് തെച്ചി, അങ്ങനെ രണ്ട് സൈഡിൽ ഞാൻ ചെടി വെച്ചിട്ടുണ്ട്. അവിടെയാണ് റോഡിൽ നിന്ന് ഒത്തിരി ഉള്ളിലേക്കാണ് നമ്മുടെ വീട്. അപ്പം നല്ല സൈലൻസാണ്, നല്ല ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ഈവനിങ് വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും ചെടികളാണ്, നല്ല സൈലൻസ് ആയതുകൊണ്ട് തന്നെ നല്ല വൈബാണ് ഈ വൈകിട്ടൊക്കെ. അപ്പം നമുക്ക് ചെമ്പരത്തിയുടെ സെക്ഷനിലേക്ക് കാണാം. രണ്ട് സൈഡിൽ താഴെ റിയോ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെമ്പരത്തികളൊക്കെ കാണാം. എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, ഞാനൊരു ചെമ്പരത്തി ലവറാണ്. അപ്പോൾ ഇതാ ചെമ്പരത്തി.
ഞാൻ വലിയ സിമെൻറ്റിൻ്റെ പോട്ടിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിമെൻറ്റിൻ്റെ പോട്ടിൽ ഞാനിവിടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. മൺചട്ടിക്കൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് ഞാൻ സിമെൻറ്റിൻ്റെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഞാനിവിടെ പോട്ടിംഗ് മിക്സായിട്ട് കൊടുക്കുന്നത് കരിയില, ചാണകം, എല്ലുപൊടി. പിന്നെ നമ്മൾ തന്നെയാണ് ഇത് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റീവായിട്ട് ബ്ലൂ, റെഡ് പെയിൻറ്റിലാണ് ഇത് സാധാരണ വരാറ്. പിന്നെ ഇപ്പം ഓരോ കളേഴ്സിൽ പിന്നെ ചാണകം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്കൊക്കെ ഒഴിക്കും. അങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെമ്പരത്തികൾ. പിന്നെ പൂവുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മൊട്ട് വന്നിട്ടുണ്ട്, നാളെ വിരിയും. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുൾ പുഴുക്കുത്തൊക്കെ വരുമ്പോൾ ഞാൻ വേപ്പെണ്ണയ്ക്കകത്ത് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അടിച്ചു കൊടുക്കും. ഇത് ഓറഞ്ച് പൂവുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കമ്പ് കുത്തി പിടിപ്പിച്ചതാണ് കേട്ടോ, മറ്റൊന്നുമല്ല. നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികളൊക്കെ, അതായത് ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പം ചെമ്പരത്തികളൊക്കെ പെട്ടെന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ആരോഗ്യമായിട്ടിരിക്കുമ്പം തന്നെ നമ്മൾ അതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് വേറെ പിടിപ്പിച്ചെടുക്കണം. ഇതൊക്കെ ഞാൻ ഏറെക്കുറേയും ഞാൻ സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ച് എടുത്തതാണ്. അപ്പോൾ അടുത്തതായിട്ടൊരു ചുമന്ന ചെമ്പരത്തിയാണ്. ഇതും ഞാൻ കമ്പ് വെച്ച് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ നാടൻ ചെമ്പരത്തിയാണ്. പിന്നെ പല വെറൈറ്റി ഉണ്ട്. യെല്ലോയ്ക്കകത്ത് റെഡ് വരുന്നത്. പിന്നെ ഇതൊരു കുട്ടി ചെമ്പരത്തി, റോസ് കളർ ചെമ്പരത്തി. കാണാൻ നല്ല ഭംഗി, കുഞ്ഞ് ചെമ്പരത്തി, കൂമ്പി നിൽക്കുന്ന പോലത്തെ നല്ല. ഈ ഒരു ചെടിയിൽ ഒരുപാട് കിളികൾ വന്നിരിക്കും. അതേപോലെ തന്നെ ഇത് പണ്ടത്തെ റോസ് ചെമ്പരത്തിയില്ലേ, റോസാപ്പൂ ചെമ്പരത്തി എന്നൊക്കെ പറയും, ചുമന്നത് കുഞ്ഞതായിട്ടുള്ള ചെമ്പരത്തി. ഇതെല്ലാം ചട്ടിയിലകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മഞ്ഞ ചെമ്പരത്തിയാണ് കേട്ടോ, വലിയ പൂവുണ്ടാവും, ഭയങ്കര വലുപ്പമാണ് കേട്ടോ ഇതിൻ്റെ പൂവിന്. പിന്നെ അടുത്തേക്ക് വരുമ്പോൾ ഇതൊരു വെള്ളയ്ക്കകത്ത് ബ്രൗൺ വരുന്നതാണ്. നിറയെ മുട്ടുണ്ട്, നന്നായിട്ട് മുട്ടിട്ട് നിൽക്കുക. ഓരോ സ്റ്റെമ്മിലും നന്നായിട്ട് മുട്ട ഇട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇത് ഒരു റെഡും യെല്ലോയും വരുന്ന ഒരു ചെമ്പരത്തിയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇതിന്. നമ്മുടെ കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കൈ നിറഞ്ഞ് നിൽക്കുക, അതേപോലെ നല്ല വലുപ്പമുള്ളൊരു ചെമ്പരത്തിയാണിത്. അടുത്തതായിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ചെമ്പരത്തിയാണ്. ലൈറ്റ് പിങ്ക് വെളിയിലും ഡാർക്ക് പിങ്ക് അകത്തും. നല്ല ഭംഗിയാണ് ഈ ചെമ്പരത്തി കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ചെമ്പരത്തിയുടെ സെക്ഷൻ. ഇത് ഞാൻ വളം കൊടുക്കുന്നത് 15 ദിവസം കൂടുമ്പോൾ ഡാപ്പ് ഇട്ട് കൊടുക്കും. ഡൈഅമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അത് മണ്ണ് കുഴിച്ചിട്ട് അതിനകത്തിട്ട് ഒരു 3 4 അല്ലെങ്കിൽ 5 മാക്സിമം 5 ഗ്രാനുവൽസ് വെച്ച് ഇട്ട് കൊടുക്കും. പിന്നെ അത് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ചാണകം ഒക്കെ ഇട്ട് കൊടുക്കും, ചൂടിളക്കി കൊടുക്കും. അതേപോലെ തന്നെ കളയൊക്കെ പറിച്ചു കൊടുക്കും. ഇതാണ് 15 ദിവസം ചെമ്പരത്തി കൊടുക്കുന്ന കെയർ. പിന്നെ പുഴുക്കുത്തുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വേപ്പെണ്ണ അടിച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ മിക്സ് ചെയ്യുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവാണ്. പിന്നെ ചെമ്പരത്തി ഈ സൈഡ്. അടുത്തത് തെച്ചി എന്നൊക്കെ പറയും. ഓൾട്ടർനേറ്റീവായിട്ട് റെഡ് തെച്ചിയാണിത്, മഞ്ഞ തെച്ചി. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് റെഡ് യെല്ലോ അങ്ങനെയാണ് ഓൾട്ടർനേറ്റീവായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ അതിനിടയ്ക്കായിട്ട് യുജീനയുണ്ട്. യുജീനയുടെ വെരിഗേറ്റഡും ഇത് യുജീനയുടെ സാധായുമാണ്. അങ്ങനെ ഈ ഒരു സെക്ഷൻ മൊത്തം തെച്ചിയും യുജീനയുമാണ് വെച്ചിരിക്കുന്നത്. കയറിപ്പോകുന്ന വഴി നിറയെ ഈ ഒരു വഴി ഫുള്ള് തെച്ചി. അപ്പുറത്തെ സൈഡിൽ ചെമ്പരത്തി, ഈ സൈഡിൽ തെച്ചിയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഷെയ്ഡിലിരിക്കുന്ന കുറച്ച് ലീഫി പ്ലാന്റ്സ് കാണാം. അപ്പോൾ ഇത് ചെമ്പരത്തിയുടെ പുറകിൽ കുറച്ച് ഷെയ്ഡഡ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ അധികം വെയിലൊന്നും വേണ്ടാത്ത ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട കുറച്ച് ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് റബ്ബർ പ്ലാന്റ് ആണ്, വെരിഗേറ്റഡ് റബ്ബർ പ്ലാന്റ്. പിന്നെ നമ്മുടെ സാധാ ബ്ലാക്കിഷ് റബ്ബർ പ്ലാന്റ്. പിന്നെ ഇത് ചൈന ഡോളാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട്. പ്ലാസ്റ്റിക് ആണെന്നേ പറയും. പിന്നെ ഇവിടെ കുറച്ച് അഗ്ലോണിമയുടെ സെക്ഷനും പിന്നെ അതിനിടയ്ക്ക് ഒരു ഓർക്കിഡ് ഉണ്ട്. ഇതൊരു ടൈപ്പ് ഓർക്കിഡ്, ഫാൻ പോലെ അതിൻ്റെ ലീഫ് ഇരിക്കുന്നത്, ഫാൻ ലീഫ് ഓർക്കിഡ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. പിന്നെ കുറച്ച് നാടൻ അഗ്ലോണിമകളുണ്ട്, ഇഷ്ടംപോലെ ഒക്കെ പൊട്ടി നിൽപ്പുണ്ട്. ഇത് അഗ്ലോണിമയുടെ സിൽവർ ക്യൂ എന്ന് പറയുന്നൊരു വെറൈറ്റി, അതെല്ലാം അഗ്ലോണിമയാണ്. പിന്നെ ഇത് സ്റ്റാർ ഡസ്റ്റ്, ഇതെല്ലാം നാടൻ വെറൈറ്റീസാണ്.
അതേപോലെ തന്നെ ഡിഫൻ ബാച്ചിയുടെ ഇല കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുറച്ച് കലാത്തിയാസൊക്കെ ഇരിപ്പുണ്ട്. 3 ഡിഫൻ ബാച്ച് വെറൈറ്റീസ് എനിക്കുണ്ട് കേട്ടോ, 3 ടൈപ്പ്. പിന്നെ ഇരിക്കുന്ന സെക്ഷൻ, താഴെ ഇരിക്കുന്ന സെക്ഷൻ ഒരു 10-15ഓളം കലാത്തിയുണ്ട്. 10-15 വെറൈറ്റി, ഒരു 10-15 വെറൈറ്റിയോളം കലാത്തിയാസ് ഉണ്ട്. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിൽ കുറേ ഹാങ്ങിങ് ചെടികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. കറക്റ്റ് പേരൊന്നും അറിയില്ല, പക്ഷേ പേര് നമുക്ക് എപ്പോഴും തൂക്കിയിടാൻ പറ്റുന്ന കുറച്ച് ചെടികളൊക്കെ. പിന്നെ ക്രിപ്റ്റാന്തസ്, ഇത് ഇരിക്കുന്നത് ക്രിപ്റ്റാന്തസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഞാനിപ്പം തൊട്ടത്. അതേപോലെ തന്നെ സിങ്കോണിയത്തിൻ്റെ ഒരു 4 വെറൈറ്റിയോളം ഉണ്ട്. ഇത് എല്ലാം പല വെറൈറ്റി, അത് വൈറ്റ് ഷെയ്ഡ് കൂടുതൽ വരുന്നത്, പിന്നെ പിങ്കിഷ് ലീഫ് വരുന്നത് അതെല്ലാം. പിന്നെ മേളിലിരിക്കുന്നത് കലാത്തിയ പീക്കോക്ക് കലാത്തിയ എന്ന് പറയും. നല്ല ഭംഗിയാണ് പീക്കോക്ക് കലാത്തിയുടെ ഇല കാണാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് മാത്രമേ പറയുള്ളൂ, അത്രയ്ക്ക് ഭംഗിയാണ്. പിന്നെ ഫിലഡൻഡ്രൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ. പിന്നെ ബിഗോണിയം മേളിൽ നിൽപ്പുണ്ട്. ഇതൊരു ബ്ലൂ ഡേയ്സ് എന്ന് പറയും, ഒരു കുട്ടി നീല കളറിലെ പൂവുണ്ടാകുന്നത്, നല്ല ഭംഗിയാണ്. ഇതിന് ധാരാളം വെള്ളം വേണ്ട ഒരു ചെടിയാണ്, രാവിലെ വൈകുന്നേരം ഒക്കെ ഒഴിച്ചു കൊടുക്കണം. അവിടെ ഒരു ബിഗോണിയ നിൽപ്പുണ്ട്. ബിഗോണിയയുടെ പ്രൊപ്പഗേഷൻ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അപ്പം കണ്ടവർക്കൊക്കെ അറിയാം ബിഗോണിയയുടെ കെയറും കാര്യങ്ങളും. ഇതൊരു പീസ് ലില്ലിയാണ്, വൈറ്റ് കളർ പീസ് ലില്ലിയാണ്. പിന്നെ അതിൻ്റെ പുഴുക്കുത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ഫിലഡൻഡ്രൻ ബെർക്കിൻ. പിന്നെ ഇതൊരു കലേഡിയം, അതേപോലെ തന്നെ ആന്തൂറിയം കുറച്ചുണ്ട്. പിന്നെ അങ്ങോട്ടിരിക്കുന്നത് ഫുള്ള് ബിഗോണിയംസ് ആണ്. എനിക്കൊരു 10-12 വെറൈറ്റിയോളം ബിഗോണിയംസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. വെയിലടിക്കുമ്പം ഭയങ്കരമായിട്ട് ഇത് ഗ്ലിറ്റർ ചെയ്യും, പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. പിന്നെ അങ്ങനെ പല വെറൈറ്റി ബിഗോണിയംസ് ഇരിപ്പുണ്ട്. പിന്നെ മേളിൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഇതിന് നീല കളർ പൂവുണ്ടാവും, നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട്, ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ്. പിന്നെ എപ്പീഷ്യ ഉണ്ട്, യെല്ലോ കളർ എപ്പീഷ്യ ഉണ്ട്. പിന്നെ താഴെ ഇരിക്കുന്നത് അലോക്കേഷ്യയുടെ കുറച്ച് വെറൈറ്റീസാണ്. അലോക്കേഷ്യ പണ്ടത്തെ നമുക്കറിയാമല്ലോ, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. പിന്നെ പെഡിലാന്തസിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് ഇതുപോലെ വൈറ്റ് വെരിയേഷൻ വരുന്ന ഒരു വെറൈറ്റി ഉണ്ട്, ഒന്ന് ഫുള്ള് ഗ്രീനായിട്ട് വരുന്ന വെറൈറ്റി ഉണ്ട്. പിന്നെ CC പ്ലാന്റ് ഇരിപ്പുണ്ട്. പിന്നെ 2 ഫിലഡൻഡ്രൻ, ഇത് ഫിലഡൻഡ്രൻ ആണ്, ഒന്ന് ഫുൾ ഗ്രീൻ വരുന്നതുണ്ട്. പിന്നെ ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു ഫിലഡൻഡ്രൻ. പിന്നെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പെഡിലാന്തസ്, പെൻസിൽ പെഡിലാന്തസ് എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു കുഞ്ഞു പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതൊരു കുഞ്ഞ് അലോക്കേഷ്യയുടെ വെറൈറ്റിയാണ്, കുട്ടി ലീഫാണ്, വൈറ്റ് വെരിയേഷനൊക്കെ വരുന്നത്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതൊരു നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയാണ്. അപ്പം ഇത് നന്നായിട്ട് പൂവും മുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പുഴു എന്തോ വന്ന് കുത്തി ഭയങ്കര വല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാനിപ്പം മരുന്നൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് എത്തും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ പൊട്ടുന്നുണ്ട്, കയറി വരുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ടിപ്പം കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് എൻ്റെ ലീഫി പ്ലാന്റ്സ് എല്ലാവരും കണ്ടല്ലോ. അപ്പം ചെമ്പരത്തി ലീഫി പ്ലാന്റ്സ് തെറ്റിയിടാൻ കണ്ട. പിന്നെ ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ ഇവിടെ കുറച്ച് നാടൻ ബോൾസാണ്, ചൈനീസ് ബോൾസമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, ചൈനീസിൻ്റെ തന്നെ നാടൻ ബോൾസംസ്. പിന്നെ ഇവിടെ അരീലിയ വെച്ചിട്ടുണ്ട്, പല കളർ ബോൾസംസ് ഉണ്ട്, ലൈറ്റ് പിങ്ക്, റെഡ്, അങ്ങനെ പല കളർ ബോൾസംസ് ഉണ്ട്. പിന്നെ താഴെ അവിടെ ഒരു പെട്രിയ വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്രിയ. പിന്നെ നെല്ലിയില കയറ്റി വിട്ടിട്ടുണ്ട്. ഇവിടെ താഴെ റിയോ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത് അവിടെ ചെമ്പരത്തിയുടെ സെക്ഷനിലും റിയോ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വളർന്നു വന്നു. ഇവിടെ ഇപ്പോൾ ഇത് വെച്ചതേ ഉള്ളൂ, അപ്പോൾ അതുപോലെ ബുഷിയായിട്ട് വരുമ്പോഴേ ഇവിടെ ഒരു ഭംഗി കാണുകയുള്ളൂ. പിന്നെ പെട്രിയ, ഇത് വർഷങ്ങളായിട്ടുള്ളൊരു നെല്ലിയാണ് കേട്ടോ, ഒത്തിരി വർഷങ്ങളായ നെല്ലിയാണ്. അപ്പോൾ അതിൽ ഞാൻ ചട്ടിക്കകത്ത് വെച്ചൊരു പെട്രിയ സെറ്റ് ചെയ്ത് മേലിലേക്ക് ആ നെല്ലിയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പം ഈയിടെ അത് പൂത്തു, അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഈ മേലിലോട്ട് ഫോക്കസ് ചെയ്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആദ്യം അത് കണ്ടോ, ഒരു പച്ച കളറിലാണ് ഫുള്ളും പൂ വരുന്നത്, പിന്നീടാണ് അത് മാറി വയലറ്റ് ഷെയ്ഡാവുന്നത്. അപ്പോൾ അരീലിയ. പിന്നെ കുറച്ച് റെയിൻ ലില്ലീസ് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം പല വെറൈറ്റി റെയിൻ ലില്ലീസാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് ആ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ബോൾസത്തിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് കാണുമ്പോൾ താമരയുടെ സെക്ഷനാണ് കേട്ടോ. ഇത് ഫുൾ താമരയാണ്. ഞങ്ങൾക്കൊരു 10-30 വെറൈറ്റിയോളം താമരകളുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ബോൺസായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പേരാലാണ് കേട്ടോ. പേരാൽ ഇങ്ങനെ ബോൺസായി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇത് ഫൈക്കസ് പ്ലാന്റ് ആണ്. ഫൈക്കസ് പ്ലാന്റ് ഇങ്ങനെ ബോൺസായി ആക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അടിയിൽ മെറ്റൽ ഇട്ടിട്ട് ഒരു 3/4 പോർഷനുള്ള അതിൻ്റെ മെറ്റൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് മണ്ണിട്ടേക്കുന്നത്. അപ്പം അത് ബോൺസായി ആയിട്ടുള്ളൂ. പിന്നെ ഒരു ക്യാറ്റ്സ് ക്ലോ കയറ്റി ഇട്ടിട്ടുണ്ട്, ഒരു ആർച്ച് പോലെ. അപ്പോൾ ഈയിടെ ഇത് ഫുള്ള് പൂത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇനി അടുത്ത സെക്ഷൻ പോകുമ്പോൾ ബൊഗെയിൻവില്ലയുടെ സെക്ഷനാണ്. ഇത് ഫുൾ ബൊഗെയിൻവില്ലയാണ്. പല വെറൈറ്റി, ഒരു 10-15 വെറൈറ്റിയോളം ബൊഗെയിൻവില്ലാസ് എനിക്കുണ്ട്. ഫുള്ള് പല ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. അതിൽ 3 എണ്ണം മാത്രമേ ഉള്ളൂ ഹൈബ്രിഡ് ഞാൻ വാങ്ങി വെച്ചത്. ബാക്കി ഇതെല്ലാം ഞാൻ അത്യാവശ്യം കമ്പ് കുത്തി ചെടിക്കത് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. കമ്പ് കുത്തി പിടിപ്പിച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം നാടൻ വെറൈറ്റീസ്. പിന്നെ പുറകിലിരിക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റീസ്. ഇതും ഞാൻ അത്യാവശ്യം ഹൈബ്രിഡ് വെറൈറ്റീസും കുറച്ച് കമ്പൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് നിക്കോഡിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഒരു കുഞ്ഞു തൈ വാങ്ങി വെച്ചതാണ്. ഇപ്പോൾ അത് അത്യാവശ്യം നല്ലതായിട്ട് വലുതായിട്ട് വന്നിട്ടുണ്ട്. വലിയ ചട്ടിക്കകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട്. നിറയെ പൂവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെലസ്റ്റോമ ഇപ്പം എന്താണെന്ന് അറിയില്ല, വെയിലടിക്കുന്നതുകൊണ്ടാണോ എന്തോ അറിയില്ല, ഒരു വല്ലാണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പം ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് റോസാണ്. റോസിൻ്റെ പല വെറൈറ്റീസാണ്. പിന്നെ ഇവിടെ യുജീന വെച്ചിട്ടുണ്ട്. യുജീന ഇപ്പം 2-2.5 വർഷമായി വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്ത് ബുഷിയാക്കി നിർത്തുകയാണ് പതിവ്. കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പോകുന്ന ഒരു ചെടിയാണ്. കട്ട് ചെയ്ത് ബുഷ് ചെയ്ത് നിർത്തിയേക്കാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മാവുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ഈ ചൂടുള്ള വെയിലത്ത് ഭയങ്കര ഒരു ആശ്വാസമാണ് ഞങ്ങൾക്ക് ഈ മാവ്. ഈ മാവിൻ്റെ ചുവട്ടിലൊരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര തണലും ഒരു നല്ല അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ആശ്വാസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. അതിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഞങ്ങളുടെ കിണറിൻ്റെ പടിക്കെട്ടാണ്. ഇവിടെ കിണറാണ്. കിണറിൽ അത്യാവശ്യം 3 ലെയറായിട്ട് ഞാൻ ചെമ്പരത്തി, തെച്ചി, റോസ് അങ്ങനെ 3 ലെയറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തി, തെച്ചി, അതുപോലെ തെറ്റിയിലൊക്കെ ഇപ്പം നിറയെ പോവുകയാണ്. ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നതും ഭയങ്കര വെയിലത്താണ്. അപ്പം വെയിൽ നല്ലൊരു ഇതാണ് ഈ ചെമ്പരത്തിയും റോസയും തെച്ചിയൊക്കെ പൂക്കാനായിട്ട്. ഞാൻ 15 ദിവസം കൂടുമ്പം ഡാപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് തെച്ചിക്കും ഇതിനുമൊക്കെ. ഇതൊക്കെ നമ്മുടെ നാടൻ തെച്ചികളാണ് കേട്ടോ. നിറച്ച് മുട്ടായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇത് ഒരു വെറൈറ്റി അല്ലേ, നാരകത്തിൻ്റെ ഇല പോലെ ഇരിക്കും ഈ തെച്ചിയുടെ ഇല കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതൊരു ചന്ദന കളറും അതൊരു ലൈറ്റ് പിങ്ക് കളറും, അങ്ങനെ 2 വെറൈറ്റിയാണ് അതിൻ്റെ എനിക്കുള്ളത്. പിന്നെ ഒരു വൈറ്റ് തെച്ചിയുണ്ട്, അതും ഒരു നാരകത്തിൻ്റെ പോലൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് ചെമ്പരത്തി, തെച്ചി, റോസ്, അങ്ങനെയാണ് കിണറിൻ്റെ ആ ഒരു സെക്ഷൻ ഫുള്ളായിട്ട്. പിന്നെ കിണറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് അഗ്ലോണിമാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10-35 വെറൈറ്റിയോളം അഗ്ലോണിമാസ് എനിക്കുണ്ട്. ഇതെല്ലാം ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇവിടെ കുറച്ച് കട്ട വെച്ച് പൊക്കി ഇവിടെ കുറച്ച് പലകയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് 3 ലെയറാക്കി എടുത്ത്. എല്ലാം നമ്മുടെ ലൊട്ടിലൊടുക്ക് പരിപാടികളാണ്. എല്ലാം ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് പലകയൊക്കെ വെച്ച് കട്ടയൊക്കെ വെച്ച് പൊക്കിയെടുത്ത് 3 ലെയറാക്കി എടുത്തേക്കാണ്. 10-35 വെറൈറ്റിയോളം അഗ്ലോണിമാസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മേളിൽ ഹാങ്ങിങ് ബോർഡ്സ് ഉണ്ട്. ആ ഹാങ്ങിങ് ബോർഡ്സിൽ ഞാൻ മണി പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. മണി പ്ലാന്റിൻ്റെ എൻജോയ് പോത്തോസും അതേപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ വരുന്നൊരു ഷെയ്ഡും. പിന്നെ ഈ അഗ്ലോണിമയ്ക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഷെയ്ഡ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു നമ്മുടെ പഴയ നീല ടാർപ്പയാണ് കെട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം നീല ടാർപ്പ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു, മഴയും വെയിലും ഒക്കെ വരുമ്പോൾ. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ടാർപ്പയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഞങ്ങളുടെ ഒരു മിനി ഗാർഡൻ സെറ്റപ്പാണ്. ഇവിടെ ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഈ ഒരു മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങൾ പിന്നീട് സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പം ഇവിടെ ഫുള്ള് വേക്കൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയ ചട്ടിക്കകത്ത് ബേർഡ് നെസ്റ്റ് ഫേൺ വെച്ചിട്ടുണ്ട്. കുഞ്ഞ് തൈയാണ് വാങ്ങിയത്. ഇപ്പം അത്യാവശ്യം അത് നല്ലപോലെ വലിപ്പം വെച്ച് നന്നായി വലുതായിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല കെയർ വേണ്ടൊരു ചെടിയാണ്.
പിന്നെ ദാ ഇവിടെ ഞാനൊരു കിളിക്കൂടൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഊഞ്ഞാലും ഈ കിളിക്കൂടൊക്കെ വരുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് കിളികളൊക്കെ അവിടെ വന്നിരിക്കുന്നത് കാണാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വേലിക്കല്ല്, പണ്ടത്തെ ഒരു വേലിക്കല്ലാണ് ഇത്. ഇവിടെ വന്ന് ഞങ്ങളുടെ അവിടെ അയ്യത്ത് ചുമ്മാ കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങളതെടുത്ത് ഈ മാവിൻ്റെ ചുവട്ടിൽ സെറ്റ് ചെയ്തിട്ടു, മാവിൻ്റെ ചുവട്ടിലായിട്ട്. അപ്പോൾ എന്താ, നമുക്ക് വൈകിട്ട് ചായ കുടിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ മാവിൻ്റെ ചുവടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇരിക്കാനുള്ളൊരു വൈബുള്ളവരെല്ലാം വേണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരു മാവിൻ്റെ ചുവട്. മാവിൻ്റെ ചുവടിൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിരിക്കാൻ. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ മിനി ഗാർഡനകത്ത് അടുത്തൊരു വലിയ ചട്ടിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എലിഫൻ്റ് ഇയറാണ്. എലിഫൻ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ഒരു ലീഫാണ്. ആനച്ചെവി എന്ന് പറയും. ആനച്ചെവി എന്ന പേര് വരാൻ തന്നെ കാര്യം ഇതിന് അത്രയും വലിയ ലീഫായതുകൊണ്ടാണ് ആനച്ചെവി എന്നുള്ള പേര്, അല്ലെങ്കിൽ എലിഫൻ്റ് ഇയർ എന്നുള്ള പേര് വരാനായിട്ടുള്ള കാര്യം. പിന്നെ മിനി ഗാർഡൻ അകത്തോട്ട് കയറുമ്പോൾ ഞങ്ങളിവിടെ ഒരു ടയറൊക്കെ കുഴിച്ചിട്ടിട്ട് ഒരു ചെറിയ മിനി പോണ്ട് സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ആമ്പൽ കിളിച്ച് വരുന്നുണ്ട്. നട്ടതേ ഉള്ളൂ, കിളിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ, പിന്നെ ഇതൊരു ബാമ്പു ആണ് കേട്ടോ. അത് ഇങ്ങനെ കട്ട് ചെയ്ത് ബുഷാക്കി റൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. പല വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് പച്ചമുളകൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് മിനി ഗാർഡനത്തെ സെറ്റപ്പ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ, ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെ ഒക്കെ വീഡിയോ ഉണ്ട്, അത് അടുത്ത വീഡിയോ കാണിക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.